തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ LDF പ്രകടന പത്രിക പുറത്തിറക്കി. കേവല ദാരിദ്ര്യമുക്ത കേരളത്തിന് പ്രകടന പത്രികയിൽ പ്രഥമ പരിഗണന. എല്ലാവർക്കും വീട്, ഭക്ഷണം, ചികിത്സ, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവ ഉറപ്പാക്കുമെന്ന പ്രകടന പത്രിക. തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന് പ്രത്യേക പരിഗണന നൽകും. വിവിധ മേഖലകൾക്ക് തുല്യ പ്രാധാന്യം നൽകുന്നതാണ് LDFന്റെ പ്രകടന പത്രിക. LDF കൺവീനർ TP രാമകൃഷ്ണൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, മറ്റ് ഘടകകക്ഷി നേതാക്കൾ എന്നിവർ ചേർന്നാണ് LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. അതിദാരിദ്ര്യത്തിൽ നിന്നും സംസ്ഥാനം കരകയറി. ഇവർക്ക് മുകളിലായി നിലനിന്ന കേവല ദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തി മൈക്രോ പ്ലാനുകൾ വഴി ദാരിദ്ര്യമുക്തമാക്കാൻ പ്രത്യേക പദ്ധതിയാണ് പ്രകടന പത്രിക ഉറപ്പാക്കുന്നത്. കേവല ദാരിദ്ര്യം കേരളത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യുകയാണ് ലക്ഷ്യം. ഇതിൽ കേരളം വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് കൂടുതൽ ശക്തിപ്പെടുത്തി എല്ലാ ജനവിഭാഗങ്ങൾക്കും സംരക്ഷണം നൽകത്തക്ക നിലയിലുള്ള സമീപനമാണ് ഇതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെയുള്ള ഏറ്റവും ദരിദ്ര ജനവിഭാഗങ്ങൾ ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി, ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഉള്ള ശ്രമം വരുന്ന 5 വർഷക്കാലം കൊണ്ട് നമ്മൾ നേടും. ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഭവനരഹിതർ ഉണ്ടെങ്കിൽ അർഹതപ്പെട്ടവർക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ വീട് നൽകും. കേരളത്തെ സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കി മാറ്റും. ജനകീയ ഹോട്ടലുകൾ വിപുലപ്പെടുത്തിയും പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കും. പൊതു ആരോഗ്യ മേഖലയിലെ സൗകര്യങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കും. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനുള്ള കൂടുതൽ നടപടികൾക്ക് ഊന്നൽ നൽകും. ഒപ്പം തന്നെ ദേശീയ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിൽ കേരളത്തെ 1ാം സ്ഥാനത്തേക്ക് ഉയർത്തുമെന്നും പ്രകടന പത്രിക പറയുന്നു. തെരുവുനായ ശല്യം നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും തെരുവുനായ്ക്കളെ കൂട്ടായി പാർപ്പിക്കുന്നതിന് ആവശ്യമായ സങ്കേതങ്ങൾ സൃഷ്ടിക്കും. എല്ലാവർക്കും തൊഴിൽ ഉറപ്പാക്കുന്നതിന്റെ ആദ്യപടിയായി 20 ലക്ഷം സ്ത്രീകൾക്ക് അടുത്ത 5 വർഷം കൊണ്ട് തൊഴിൽ നൽകുമെന്ന് പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. വയോജന സൗഹൃദ കേരളത്തിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളിലെ വയോജന സ്കീമുകളെ പ്രാദേശികമായി യോജിപ്പിച്ച് സമഗ്ര പദ്ധതിയായി നടപ്പാക്കും. പട്ടികജാതി പട്ടികവർഗ വികസനത്തിനും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക പുനരധിവാസ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനും പ്രകടന പത്രിക പ്രാധാന്യം നൽകുന്നു. തീരദേശ വികസനത്തിന്റെ ഭാഗമായി തീരത്തിന് 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന താൽപര്യമുള്ള മുഴുവൻ പേർക്കും പുനർഗേഹം പദ്ധതിയിൽ പുനരധിവാസം ഉറപ്പാക്കും. സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കുന്നതിന്റെ തുടർ പ്രവർത്തനങ്ങളായി മെഡിക്കൽ മാലിന്യ സംസ്കരണം, ജൈവമാലിന്യം, ശാസ്ത്രീയ കമ്പോസ്റ്റിംഗ്, കാർഷിക മാലിന്യങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കൽ, നിർമ്മിതി മാലിന്യങ്ങൾ ശേഖരിക്കൽ, അജൈവ മാലിന്യ ചംക്രമണം, കക്കൂസ് മാലിന്യ സംസ്കരണം എന്നിവ ലക്ഷ്യം കൈവരിക്കും. എല്ലാവർക്കും കുടിവെള്ളവും പ്രാദേശിക റോഡുകളുടെ നവീകരണവും പ്രകടന പത്രിക ഉറപ്പാക്കുന്നു. പ്രാദേശിക സാമ്പത്തിക വികസനം, കാർഷിക വികസനം, ചെറുകിട സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങൾ എന്നിവയ്ക്കും പ്രകടന പത്രിക പ്രത്യേക പ്രാധാന്യം നൽകുന്നു. ടൂറിസം, കായികം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ജെൻഡർ ബജറ്റിംഗ് ശക്തിപ്പെടുത്തൽ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള പ്രാദേശിക പദ്ധതികൾ എന്നിവയും പ്രകടന പത്രികയുടെ ഭാഗമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ധനസഹായം നൽകി ഭരണ സംവിധാനം മികവുറ്റതാക്കും. നവകേരള കാഴ്ചപ്പാടിനനുസൃതമായി അധികാര വികേന്ദ്രീകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രകടന പത്രികയിലൂടെ LDF മുന്നോട്ടുവയ്ക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.